നമുക്കൊന്ന് മറൈൻ വേൾഡ് വരെ പോയിട്ട് വരാം. ഇതാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയം. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പെർ ഹെഡ് 400 ആണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, കുറേ കാഴ്ചകൾ ഇവിടെ കാണാനായിട്ടുണ്ട്. അത് ഞാൻ പറയാം, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും തന്നെ ബോറടിക്കില്ല. അത്രയും കൊടുക്കുന്ന കാശിന് അവർ അത്രയും നമുക്ക് കാണാനായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പലതരത്തിലുള്ള മീനുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും മീനുകൾ ഒരുമിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അത് കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഓരോ മീനിൻ്റെയും സയൻറ്റിഫിക് നെയിമും കോമൺ നെയിം, ജനറൽ നെയിമും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് സന്തോഷം. കുറേ നമ്മൾ ഫുഡ് അടിച്ചും അല്ലാണ്ട് മൂവി കണ്ടുമൊക്കെ തീർക്കുന്നതിനാൽ നല്ലത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ, അത് കുട്ടികളെയും കൂട്ടിയൊക്കെ കാണുകയാണെങ്കിൽ അവർക്കും വളരെ ഒരു സന്തോഷം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഇത് നമുക്കിവിടെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസായിട്ടും സ്റ്റഡി പർപ്പസായിട്ടും നമുക്ക് ഈ അക്വേറിയം വിസിറ്റ് ചെയ്യാവുന്നതാണ്. അറൗണ്ട് 1.5 മണിക്കൂറോളം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. ചെറിയ മീനുകൾ മുതൽ വലിയ ഷാർക്ക് പോലത്തുള്ള മീനുകൾ വരെയൊക്കെ നമുക്കിതിൽ കാണാവുന്നതാണ്. ഓരോന്നിനെയും കാണുമ്പോൾ നമുക്ക് ചിലതിനെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണെങ്കിൽ ചിലതിനെ കാണുമ്പോൾ നമുക്ക് അറപ്പം തോന്നുന്ന മീനുകളുണ്ട്. ഷാർക്കിനെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അതെങ്ങാനും ചാടുമോ എന്ന്. നമ്മൾ മൂവിയിലൊക്കെ കാണുന്ന പോലെ തന്നെ എനിക്ക് ഇൻഡിവിജ്വൽ സ്പേസ് കൊടുത്ത് ആണ് ഓരോ മീനുകളെയും അവർ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ നീറ്റായിട്ടുള്ള ആംബിയൻസ് ആണ്. കണ്ട ഈ മീനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അറപ്പ് തോന്നും. അത്രയും ഇത് ഷാർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇതെനിക്ക് ഇതിൻ്റെ സ്പേസിൽ നിന്ന് ചാടി വരുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഷാർക്കിനെയൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും മീനുകളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പോയിട്ട് ഈ ട്രിപ്പ് എന്ന് പറയുന്നത് വളരെ 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 ഇഷ്ടമായി. നയു ആണെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തന്നെ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. കൊച്ചും ആക്റ്റീവായി. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിക്കുന്നു ഇവരുടെ ലൈഫാണോ നല്ല സുന്ദരമായിട്ടുള്ള ലൈഫല്ലേ, എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലെന്ന് തോന്നി. അറിയാൻ പറ്റില്ല, നമ്മുടെ ലൈഫിലുള്ള പോലെ ഇവർക്ക് ടെൻഷനൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഞങ്ങൾ പരസ്പരം പറയുമായിരുന്നു, വല്ല മീനായിരുന്നെങ്കിൽ നല്ല സുഖമായിട്ട് ഫ്രീ ആയിട്ട് നടക്കണ കണ്ടില്ലേ എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നെ എന്തിട്ടാ പറയണമെന്ന് അറിയില്ല. നമ്മുടെ തലക്ക് മുകളിൽ കൂടെയൊക്കെ മീനൊക്കെ പോകുന്നത് കാണാനൊക്കെ പറ്റും. പിന്നെ മീൻ തീറ്റ കൊടുക്കാനൊക്കെ സാധിച്ചു. എല്ലാം ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും പോവുക.